മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലെ പ്രതികളുടെ വീട്ടിൽ ഇപ്പോൾ ഇഡി പരിശോധന നടത്തുകയാണ്. 21 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വീട്ടിലും ബംഗളൂരുവിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ, ശശിനാരായണൻ, ഡാനിപ്പോളും ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഡാൻ കുര്യനിലേക്ക് പോകുമ്പോൾ, ഡാനിപ്പോൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന തുടരുകയാണ്. അതിനിർണായകമായ രേഖകൾ ഇഡി കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യവ്യാപകമായി അതായത് ഏതാണ്ട് 21 സ്ഥലങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിൽ ഒരേ സമയം തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മാത്രമാണ് ജീവനക്കാർ എത്തിയതിനു ശേഷം ഫയലുകൾ പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതിരാവിലെ തന്നെ ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമായി എത്തിയാണ് ഈ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിൽ, അതായത് പോറ്റിയുടെ പുളിമാത്തുള്ള വസതിയിൽ, അതോടൊപ്പം തന്നെ പേട്ടയിലുള്ള എൻ വാസുവിന്റെ വസതിയിൽ, അതോടൊപ്പം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്, ഈ സ്ഥലങ്ങളിലാണ് ഈ പരിശോധന തിരുവനന്തപുരത്ത് തുടരുന്നത്. അതോടൊപ്പം പത്തനംതിട്ടയിലെ പത്മകുമാറിന്റെ ആറന്മുളയിലുള്ള വസതിയിലടക്കം പരിശോധന പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിലും സമാനമായ രീതിയിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിലെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വീടുകളിലാണ് ഇഡിയുടെ ഒരേ സമയമുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ വസതിയിലും ഓഫീസിലും, അതോടൊപ്പം ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ രഥം ജ്വല്ലറിയിലും, അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ വസതിയിലും അടക്കം പരിശോധന തുടരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും മണിക്കൂറുകൾ ഇതിനോടകം പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് ഉച്ചവരെ ഈ പരിശോധന തുടർന്നേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ രാജേന്ദ്ര പ്രസാദിന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. എറണാകുളം അങ്കമാലിയിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, പരിശോധനകൾ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പരിശോധനയ്ക്കൊപ്പം തന്നെയാണ് എറണാകുളത്തെ ഈ രണ്ടുപേരുടെ വീട്ടിൽ, ഒന്ന് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ രാജേന്ദ്ര പ്രസാദിന്റെ വീട്, എറണാകുളം അങ്കമാലിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീയുടെ വീട്ടിലും പരിശോധന നടക്കുന്നത്. കാക്കനാടുള്ള വീട്ടിലാണ് ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നത്. ഈ നിലവിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി കൂടിയാണ് ജയശ്രീ എന്നത് ഓർക്കണം. നേരത്തെ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അടക്കം തന്നെ കോടതികളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. സ്വർണ്ണപ്പാളി അത് കൊടുത്തുവിടുന്നതിൽ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർക്കെതിരെയുള്ള കേസുകളായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയിരുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കണം എന്ന രീതിയിലുള്ള ഗുരുതരമായ ഒരു പിഴവ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നൊരു കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് ഈ കോടതിയെ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇവർ തേടിയിരുന്നു. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇഡി അന്വേഷണത്തിലേക്ക് കൂടി കടന്നു വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ വസതികളിലടക്കം പരിശോധനകൾ നേരിടുകയാണ്. ഇപ്പോൾ ഈ 2 പേരുടെയും കാക്കനാട്ടെയും അതോടൊപ്പം തന്നെ അങ്കമാലിയിലുള്ള വീടുകളിലാണ് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിൽ വിവിധ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട പരിശോധിച്ചു പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഒരു അന്വേഷണ സംഘമാണ്, ഇഡിയുടെ അന്വേഷണ സംഘമാണ് ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഏതായാലും വളരെ നിർണായകം തന്നെയാണ് ഈ പരിശോധനകളെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ശബരിമലയിലടക്കം പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇഡിയും ഈ ദിവസങ്ങളിൽ തന്നെ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. കേരളത്തിന് പുറത്തുനിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ പങ്കാളികളാകുന്നു. ഇഡി ഉദ്യോഗസ്ഥർ കൂടി ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വൈകുന്നേരത്തോടുകൂടി ഇതിന്റെ ഒരു പരിശോധനയുടെ വിശദാംശങ്ങൾ ഇന്ന് ലഭ്യമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, അവിടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. അതിനിർണായകമായ എന്തെങ്കിലും തെളിവുകൾ
ഇ ഡിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇ ഡിയുടെ പരിശോധനയാണ്. കാരണം രേഖകളെല്ലാം പരിശോധിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട പത്മകുമാർ പ്രതിയാണ്. ആ പ്രതിപട്ടികയിലുള്ള എല്ലാവരുടെയും വീടുകളിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളിലും അവരുടെ സ്ഥാപനങ്ങളിലുമാണ് ഇ ഡി പരിശോധന തുടർന്ന് ഒരേ സമയം രാവിലെ തന്നെ എല്ലാ സ്ഥലത്തും പരിശോധന ആരംഭിച്ചു. ഏതായാലും കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇത് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട പണം അല്ലെങ്കിൽ സ്വത്തുക്കൾ, ഇതുമായി കൊണ്ടുള്ള ആസ്തി എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ സ്വർണം വിൽപ്പന നടത്തി കൈമാറ്റം നടത്തിയ ആ തുകകൾ ബാങ്ക് വഴി ആണോ അല്ല മറ്റു കാര്യങ്ങളിലാണോ വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ള രേഖകളാണ് പ്രധാനമായും നോക്കുന്നത്. അത്തരത്തിൽ മൂല്യമുള്ള ഒരു സ്വർണ്ണം എന്ന നിലയ്ക്ക് ശബരിമല സ്വർണം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കൂടി വിലമതിക്കാറിയാത്ത തരത്തിലുള്ള തുകകൾ ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്കൂട്ടൽ കൂടിയുണ്ട്. അത് എവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ള, ആർക്കാണ് കൊടുത്തിട്ടുള്ളത്, അത് വസ്തുവകളായിട്ട് വല്ല വാങ്ങിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ വല്ല വാങ്ങിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം വിശദമായ ഒരു പരിശോധന ഇതിനാവശ്യമാണ്. അത് അത്തരത്തിലുള്ള പരിശോധന ആറന്മുളയിൽ നടക്കുന്നതിലും വാസുവിന്റെ വീട്ടിലും ആറന്മുളയിലും ഒക്കെ എല്ലാ സ്ഥലത്തും 21 ഇടങ്ങളിലാണ് ഈ ഇ ഡിയുടെ പരിശോധന നടത്തുന്നത്. അതുപോലെ തന്നെ ശബരിമല SIT സംഘത്തിന്റെ പരിശോധന കൂടി ഇപ്പോൾ ഉണ്ടെന്നുള്ള വിവരം കൂടി എത്തുന്നു. ശബരിമലയിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിശദമായ രേഖകൾ ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ള കാര്യമുണ്ട്. വിമർശനങ്ങളും നേരത്തെ ഉയർന്നിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ പരിശോധന അല്ലെങ്കിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇ ഡി വന്നതോടുകൂടി കേന്ദ്ര ഏജൻസികളെ കൂടി ഈ പരിശോധന സ്വർണ്ണക്കൊള്ളയിലെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോഴും പരിശോധന തുടരുകയാണ്. അടച്ചിട്ട മുറിയിലാണ് അവിടെ കാവലേൽപ്പിച്ചിട്ട് മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല, പുറത്തു നോക്കുകയാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ വീടിനകത്തുണ്ട്. രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പരിശോധിക്കുന്നത്. മുൻപും പത്മകുമാറിന്റെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തിയിരുന്നു. എന്തായാലും അതിനുശേഷം 1 മാസം മുമ്പാണ് അത്തരം ഒരു പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇ ഡിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നത്. എന്തായാലും വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. ശരി, ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ 21 ഇടങ്ങളിൽ ഇ ഡിയുടെ നിർണായകമായ അപ്രതീക്ഷിതമായ ഒരു റെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അപ്രതീക്ഷിതമായ റെയ്ഡിലൂടെ ഇ ഡി ഉദ്ദേശിക്കുന്നത് എന്താകും? അതായത് ഒരേ സമയത്താണ് ഈ 21 ഇടങ്ങളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. SIT അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയും ഇതിലെ കണ്ടെത്തലുകൾ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇ ഡി അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. SITയുടെ 2 FIRകളിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പേരും ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതിപട്ടികയിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇ ഡി പരിശോധന സജീവമാക്കും, വ്യാപകമായ പരിശോധനകളിലേക്ക് കടക്കുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ എപ്പോൾ അത് ആരംഭിക്കുമെന്ന കാര്യത്തിൽ മാത്രമായിരുന്നു സംശയം. അത് ദൂരീകരിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ മുതൽ സമാനമായ തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ തന്നെ വ്യാപകമായ റെയ്ഡിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര കണ്ട് തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് സുപ്രധാനം. മാത്രമല്ല, ഈ കേസിന്റെ അന്വേഷണം SIT ആരംഭിച്ചിട്ട് ഏതാണ്ട് 3 മാസം പിന്നിടുകയാണ്. 3 മാസത്തിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി കണ്ഠരര് രാജീവര് വരെയുള്ളവർ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി തന്ത്രി കണ്ഠരര് രാജീവര് വരെയുള്ളവരുടെ പക്കൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും കോടതിയിൽ അത് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ എന്ത് തെളിവുകൾ ഇനി കണ്ടെടുക്കാൻ കഴിയും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതേസമയം ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നായിരിക്കാം ഒരുപക്ഷെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുക. മറ്റ് സ്ഥലങ്ങളിലെ പരിശോധനകൾ അവസാനിച്ചാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന പരിശോധനകൾ വൈകി മാത്രമേ അവസാനിക്കൂ എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽ നീക്കങ്ങളും നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഡിജിറ്റലായും അല്ലാതെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പരിശോധന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഒരുപക്ഷെ ഈ മറ്റ് പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ നടക്കുന്ന പരിശോധനകളിൽ കണ്ടെത്തുന്ന വിവരങ്ങളെക്കാൾ അധികം വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായി കിട്ടുക ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെയായിരിക്കാം, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന ഇ ഡിയുടെ പരിശോധന, ഈ റെയ്ഡ്
ഇത്ര കണ്ട പ്രാധാന്യമർഹിക്കുന്നതായി മാറുന്നതും. അങ്ങനെയെങ്കിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം SITയുടെ പക്കൽ നിന്നുകൂടി ആ കേസ് ഡയറി നേരത്തെ തന്നെ ED കൈപ്പറ്റിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഇതുവരെ SIT കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ, അതിന്റെ വ്യാപ്തി, അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ED അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ SIT ഇതിനോടകം കണ്ടെത്താത്ത ഏതൊക്കെ ദിശയിലേക്ക് അന്വേഷണം നീളും ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അടക്കം എന്നതാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം സുപ്രധാനമായ കാര്യം, ആ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഉന്നതരിലേക്ക് ED നേരിട്ടെത്തുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് സൂചന. അതാണ് ഡാൻ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായൊരിടമെന്ന് പറയുന്നത്. അവിടെ നിന്ന് ഏത് പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചാലും അത് EDയുടെ അന്വേഷണത്തെ വളരെയധികം സഹായിക്കുന്ന, വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും. ഈ കേസിന് പിന്നിലുള്ള അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ഉന്നതനാര്, ഇതിൽ സാമ്പത്തികമായി ഗുണമുണ്ടായത് ആർക്കൊക്കെയാണ് എന്നതടക്കമുള്ള തെളിവുകൾ എന്നതടക്കമുള്ള ആളുകളിലേക്ക് എത്തിച്ചേരാൻ ആ രേഖകൾ വളരെയധികം EDയെ സഹായിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണാമല്ലേ? ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതിന്റെ ഗൂഢാലോചന. ഇതിനൊരു സംഘടിത സ്വഭാവമുണ്ട്. ആ സംഘടിതമായ കുറ്റകൃത്യത്തിൽ ഒരുപാട് ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടിയാണ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പരിശോധനകളാണ് EDയുടെ ഭാഗത്ത് നടക്കുന്നത്. അതായത് ഇതൊരു പർട്ടിക്കുലർ വ്യക്തിയിൽ തുടങ്ങി, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തിയിൽ തുടങ്ങി അവിടെ മാത്രം അവസാനിക്കുന്നതല്ല. അതിന് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. അങ്ങനെ വലിയൊരു മാനം ഈ കേസിനുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം സ്വർണം ഉരുക്കി മാറ്റി എന്നതിനപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ ഗൂഢാലോചന, അത് മറ്റേതൊക്കെ തരത്തിൽ, അതായത് ഹൈക്കോടതി തന്നെയാണ് ഇതിൽ രാജ്യാന്തര ക്ഷേത്ര കടത്ത് സംഘങ്ങൾ, അതായത് ക്ഷേത്രത്തിലെ വിഗ്രഹ കടത്ത സംഘങ്ങളുമായി അടക്കം ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്ന വിശദീകരണം അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരം പരാമർശങ്ങൾ വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ഈ തട്ടിപ്പിനെ താതാത്മ്യം ചെയ്യാനായി പറഞ്ഞ ഒരു വാചകം എന്ന് മാത്രമാണ് കരുതിയതെങ്കിൽ പിന്നീട് അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്കാണ് ED കടന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തന സമയം ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ആയുധധാരികളായ ഉദ്യോഗസ്ഥർ ഇവിടെ അവരുടെ ID കാർഡുകളടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഓരോരുത്തരെയും അകത്തേക്ക് കയറ്റിവിടുന്നത്. കാരണം അത്രമാത്രം രഹസ്യാത്മക സ്വഭാവത്തിലാണ് ഈ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വനിതകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഈ സംഘത്തിൽ. കാരണം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതിന്റെ ഭാഗമായി അത്രമാത്രം, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു പരിശോധനയാണ് 3 സംസ്ഥാനങ്ങളിലായി, അതായത് കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കണ്ടെത്തുന്ന തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി മാറും. മാത്രമല്ല പരസ്പരം ഈ സംഘങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കണ്ട തെളിവുകൾ ഈ ഒരു ഒറ്റ ദിവസം വ്യാപകമായി നടക്കുന്ന പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുമ്പോട്ട് വെച്ചിട്ടുള്ള സംശയങ്ങൾ അത് കൃത്യമായി അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെയാകും EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതരിലേക്ക് അന്വേഷണത്തിന്റെ ദിശ നീളുകയോ അവരെ കസ്റ്റഡിയിലിരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ ചെറുതായിരിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രമാണ്, 2-3 മാസത്തിനകത്ത് കേരളം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇങ്ങനെയൊരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഉന്നത ഉദ്യോഗസ്ഥരും, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൃത്യമായി കറങ്ങിത്തിരിഞ്ഞ അന്വേഷണം ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ കടന്നു വന്നതിന് പിന്നാലെയാണ് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിലേക്കും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന മുൻ MLA കൂടിയായ പത്മകുമാറിലേക്കും അതോടൊപ്പം ഭരണസമിതി അംഗങ്ങളായ വിജയകുമാർ, അതോടൊപ്പം കഴിഞ്ഞ ദിവസം ശങ്കർദാസ് എന്നിവരിലേക്കൊക്കെ എത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ED ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ ആരിലേക്ക് എത്തി നിൽക്കും എന്നതാണ് ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ശരി, 21 ഇടങ്ങളിൽ ഇപ്പോൾ EDയുടെ പരിശോധന തുടരുകയാണ്. പ്രധാനമായും തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അധിക നേരം പരിശോധന നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഡാൻ കുര്യനും ശശിനാരായണനും ഡാനി പോളുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.